ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നലെ ഈവനിങ് വ്ളോഗ് ചെയ്തില്ല, അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതേ പിന്നെ ഈവനിങ് വ്ളോഗാണ്. നമ്മൾ അസ്ർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലെ കൊക്ക മരത്തുമ്പോൾ കൊക്ക കായ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അൽഹംദുലില്ലാ പഴുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായിരിക്കും നമ്മൾ ഷിബിലി മോൻ ഇത് എടുക്കാറായില്ലമ്മ എന്ന് ചോദിക്കണം കേട്ടോ. അങ്ങനെ ഇത് എടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഇതുകൊണ്ടൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് ഇത് എടുക്കാൻ പാകമായിട്ടുണ്ടെന്ന് കണ്ടത് കേട്ടോ. അതിന് ശേഷം മരത്തുമ്മന്ന് എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ സ്ഥിതി എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ ഇത് എങ്ങനെയാണ് കഴിക്കാമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത് കേട്ടോ. എങ്ങനെയായാലും നമ്മളെ വീട്ടിൽ ആദ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു സന്തോഷം വേറെ തന്നെ ആവില്ലേ. കുറേ ദിവസമായി ഇത് പറിക്കണമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ ഉണ്ടാവുന്ന സമയത്തൊക്കെ പറിക്കണമെന്ന് വിചാരിക്കും, പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന സമയത്ത് പറിക്കാമെന്ന് വിചാരിക്കും, പിന്നെ ഷിബിലി മോൻ ഉണ്ടാവില്ല, എവിടെയെങ്കിലും പുറത്ത് പോയിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഇക്കാക്കുള്ളത് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ തന്നെയാണ് എടുത്തു കേട്ടോ. തിന്ന് നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു അത്യാവശ്യം മധുരം ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇക്കാക്കുള്ളത് എടുത്ത് വെച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത പണി മുഴുവനായിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ കേക്ക് ഫ്രൂട്ടിൻ്റെ വള്ളിയൊക്കെ എടുത്ത് ഇട്ടതായിരുന്നല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ അടിച്ചു വാരി ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. ഇന്നലെ പിന്നെ വെള്ളം കെട്ടി നിൽക്കായിരുന്നല്ലോ, അപ്പോൾ മുഴുവനാക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ഒക്കെ അടിച്ച് വാരാണ് കേട്ടോ ഞങ്ങൾ 3 പേരും കൂടി. എനിക്കാണെന്നുണ്ടെങ്കിൽ എടുത്ത പണി മുഴുവനാക്കായിട്ട് മനസ്സിലൊരു സമാധാനം ഇല്ല കേട്ടോ. പിന്നെ ഇന്നലെ നമ്മൾ നിർത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും മഗ്‌രിബ് കൊടുത്തില്ല. അതിന് ശേഷം പിന്നെ എടുക്കാൻ പറ്റൂലില്ല, അതേട്ടാ നിർത്തി. അങ്ങനെ കേക്ക് ഫ്രൂട്ടിൻ്റെ ചപ്പുകളെല്ലാം കൂടി ഒരു ചാക്കിലേക്ക് വാരുകയാണ് കേട്ടോ. വാരുന്നതല്ല വിഷയം, ഇത് താഴേക്ക് എങ്ങനെ എത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ വിഷയം. രാവിലെ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്താൽ എന്താ, അടുക്കള പണിയൊക്കെ അവിടെ കിടക്കും. ഒരാൾ അടുക്കളയിൽ നിൽക്കാണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതാട്ടെ ഞാൻ രാവിലെ ഈ പണികൾക്കൊന്നും നിൽക്കാതെ പിന്നെ കുറച്ച് കഴിഞ്ഞാലാണെന്നുണ്ടെങ്കിൽ പിന്നെ വെയിലും ആവില്ല. അങ്ങനെ ഷിബിലി മോന് പറഞ്ഞ് എല്ലാവരും കൂടി ഒരു പണി എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവനിത് അടുത്ത പണി ചെയ്യാണ് കേട്ടോ. എന്താണ് മുറ്റത്തെ ഷീറ്റുമ്പോൾ ഒരുപാട് കച്ചറുണ്ട് കേട്ടോ. അത് അവന് മാറല തട്ടിക്കൊണ്ടൊക്കെ ക്ലീൻ ആക്കുകയാണ്. നമ്മൾ എന്ത് പണി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ ഫിനിമോൾക്ക് കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഷിബിലി മോനക്ക് കൊടുത്ത പണിയാണ് കേട്ടോ അവള്. അങ്ങനെ ഒരു ഭാഗം അടിച്ചേറിയ കച്ചറകളെല്ലാം കൂടി ചാക്കിലിട്ടോ. ഇനി ഇത് പുറത്തേക്ക് ആക്കണമല്ലോ, അതാണ് കേട്ടോ ഈ കാണുന്നത്. ഷിബിലി മോന് വീടിൻ്റെ സൺസൈഡിലൂടെ ഇറങ്ങിയിട്ട് താഴെ ഫ്രൂട്ട്സ് മരമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ താഴേക്ക് ഇടാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ അവന് താഴേക്കൂടി വന്ന് ഞങ്ങൾ 2 പേരും കൂടി മുകളിൽ കൂടി ഇട്ട് കൊടുത്തോട്ട് ഇത് താഴേക്ക് ഇടാണ് കേട്ടോ. ഒരുപാട് റിസ്ക് പിടിച്ച പണിയായിരുന്നു കേട്ടോ ഇന്നൊന്നിൽ നമുക്കുണ്ടായിരുന്നത്. ഷിബിലി മോന് പിന്നെ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ പുറത്ത് പോയതായിരുന്നു, വൈകുന്നേര സമയത്തല്ലേ ഇത് നമ്മൾ ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ, രാവിലെ നേരം വെളുത്താൽ മദ്രസ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ കളി മാത്രം പോലെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടും വേണ്ടേ. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടും കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കച്ചറകളൊക്കെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ചോട്ടിൽ തന്നെ ഇട്ടോ. ഞാൻ പുറത്തേക്ക് ഒഴിവാക്കണ്ടെന്ന് പറയട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചീഞ്ഞ് വളമായി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സ് തെയ്യാൾക്കൊക്കെ തന്നെയല്ല നല്ലത്. അപ്പുറത്തെ തൊടുവൊക്കെ ഇടുന്നതിനേക്കാളും നല്ലത് നമ്മൾ തൊടുവിൽ തന്നെ ഇല്ലയെന്ന് വെച്ചിട്ടാണ് ഞാൻ നമ്മളതേക്ക് തന്നെ ഇട്ടത്. അങ്ങനെ അടിച്ചുവാരൽ ഏകദേശം കഴിഞ്ഞ് തുടങ്ങി. രണ്ടാമത്തെ ചാക്കൊന്ന് ഇറക്കാണ് കേട്ടോ. പിന്നെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടുള്ള സീനാണ് കേട്ടോ ഈ കാണുന്നത്. ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് റിസ്ക് എടുത്ത് ഞാനും നമ്മൾ ഷിബിലി മോനും കൂടി വാർപ്പിൻ്റെ മുകളിൽ ഈ കോലത്തിലാക്കി എടുത്തു കേട്ടോ. നമ്മളെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ മുറ്റത്താണെങ്കിലും വെക്കാൻ സ്ഥലമില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതേട്ടോ ഞാനിത് മുകൾക്ക് പടത്തിയത്. ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ച് വണ്ണം കൂടി പോയിട്ടോ, വെട്ടാനും കിട്ടുന്നില്ല. വെട്ടുമ്പോഴാണെന്നുണ്ടെങ്കിൽ ചതയും ചെയ്യാം, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ബാത്റൂമിൻ്റെ മുകളിലുള്ള ഷീറ്റാണ് ഇട്ടത്. ഇത് പിന്നെ ഞാൻ തന്നെ ക്ലീൻ ആക്കി എടുത്തു. അതിന് ശേഷം മഗ്‌രിബ് ബാങ്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ ചട്ടപ്പെട്ട അടിച്ചോറുകളൊക്കെ പെട്ടെന്ന് തന്നെ അടിച്ചോരിയിട്ട് പിന്നെ കയറുകയാണ് കേട്ടോ. ഇന്നെങ്കിലും ഈ പണി മുഴുവനാക്കല്ലോ എന്ന് വെച്ചിട്ടോ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തത്. അങ്ങനെ രണ്ടാമത്തെ ചപ്പും പുറത്തേക്ക് ഇട്ടിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.